ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സജൂസ് ടേസ്റ്റ് ലാൻഡ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീട്ടമ്മമാർക്കെല്ലാം ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കുറച്ച് നല്ല ടിപ്സുകളാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായി തന്നെയൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ ചെറിയ ചെറിയ ടിപ്സുകളാണ്, എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് പല ടൈമുകളിലായിട്ട് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ടിപ്സുകളാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നല്ല മഴയൊക്കെയുള്ള സമയമാണ്. ഈ ഒരു സമയത്ത് നമുക്ക് മുളകും മല്ലിയൊക്കെ ഉണക്കിയെടുക്കാൻ പറ്റുന്ന നല്ല ടിപ്സൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ ബീറ്റ്റൂട്ട്, അതല്ലെങ്കിൽ ക്യാരറ്റ്, ഇങ്ങനെ പച്ചക്കറികളൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാലും പുറത്ത് വെച്ചിരുന്നാലും നന്നായിട്ട് വാടി പോവാറുണ്ട്, ഉണങ്ങിയ പോലെ ആവാറുണ്ട്. അപ്പോൾ അത് നല്ല ഫ്രഷ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് ആണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മളൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ഇതേപോലെ തന്നെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക. അപ്പോൾ കുറച്ച് സമയം ഇരിക്കുമ്പോഴേക്കും തന്നെ അത് നല്ല ഒരു ഫ്രഷ് ആയിട്ടുള്ള രീതിയിൽ അത് വരാനായിട്ട് തുടങ്ങും. നല്ല ഒരു കട്ട രീതിയിൽ ആ വാടിയതൊക്കെ പോയിട്ട് നമ്മളൊരു പുത്തം പോലെയുള്ള രീതിയിൽ നമുക്കത് റെഡിയായി കിട്ടുന്നതായിരിക്കും. ഈ രീതിയിൽ നമുക്ക് വാടിയിരിക്കുന്ന ഏതൊരു പച്ചക്കറിയും റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ റൈറ്റിംഗ് ബോർഡൊക്കെ വെച്ചിട്ട് നമ്മൾ എഴുതാനൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ അത് റൈറ്റിംഗ് ബോർഡ് ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു രീതിയിൽ നമുക്കത് എങ്ങനെയാണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ ഒരുപാട് നോട്ടുകളൊക്കെ എഴുതുന്നവരുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വരയ്ക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ടിപ്പാണ് ഈ ഒരു ടിപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് എല്ലാവർക്കും നമ്മളൊക്കെ എഴുതുന്നവരോ വരയ്ക്കുന്നവരോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ എന്തെങ്കിലുമൊക്കെ പേപ്പറിലൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഉപകരിക്കുന്ന ഒരു ടിപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പേപ്പറുകൾ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പേനയുടെ ടോപ്പാണ് എടുത്തിരിക്കുന്നത്. അത് ഇപ്പോൾ ഇതേപോലെ നമുക്കതിൻ്റെ മുകളിൽ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക മാത്രമേ വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലിപ്പോ അല്ലെങ്കിൽ റൈറ്റിംഗ് ബോർഡോ ഒന്നും ഉപയോഗിക്കാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് പേപ്പറുകളൊക്കെ മറിച്ചെടുക്കുകയും ഒക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊന്നും അവിടെ ഇവിടെയായിട്ട് പോവാതെ നമുക്ക് ഒരുമിച്ച് തന്നെ വെക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരുപാട് നോട്ടുകളൊക്കെ എഴുതി വെക്കുന്നവർക്കൊക്കെ ഈ ഒരു ടിപ്പ് ഫോളോ ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ പേനയുടെ ടോപ്പ് വെച്ചിട്ട് നമുക്കിത് അഴയിലൊക്കെ തുണികളൊക്കെ വിരിച്ചിടുമ്പോൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ ക്ലിപ്പിന് പകരമായിട്ട് നമുക്ക് ഈ ഒരു പേനയുടെ ടോപ്പ് ഇങ്ങനെ കുത്തി വെച്ചിരുന്നാൽ മതിയായിരിക്കും. അപ്പോൾ ഈ ഒരു ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ടിപ്സുകളൊക്കെ നമുക്ക് ഉള്ളതാണ്. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ നൂല് സൂക്ഷിച്ച് വെക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ തയ്യലൊക്കെ ചെയ്യുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതേപോലെ കുറേ നൂലുകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് നമ്മളൊരു പെട്ടിയിലൊക്കെ ആക്കിയിട്ട് ഇതേപോലെയൊക്കെ ആയിരിക്കും പലരും സൂക്ഷിച്ച് വെക്കുന്നുണ്ടാവുക. പക്ഷേ അത് കുറച്ച് ഇങ്ങനെ നമ്മൾ ഓരോ നൂലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുക്കുമ്പോഴേക്കും അതൊന്നിലൊന്നിങ്ങനെ കെട്ട് പിടഞ്ഞ് കിടക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഒരുപാട് നൂല് നമുക്ക് വേസ്റ്റായിട്ട് പോകാറുണ്ട്. അപ്പോൾ അത് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ്. അപ്പോൾ ഈ നൂല് വാങ്ങുമ്പോൾ തന്നെ അതിൽ ഇതേപോലെ ഒരു കവർ ഉണ്ടാവുമല്ലോ, ആ കവർ നമ്മൾ കളയാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ ഒരു നൂലിലേക്ക് തന്നെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ല കറക്റ്റായിട്ട് ഇരുന്നോളും. അതുപോലെ തന്നെ നമ്മൾ നൂല് ചുറ്റി വെക്കുമ്പോൾ ബാക്കിയുള്ള നൂലൊക്കെ ഇതേപോലെ ചുറ്റി വെക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. വെറുതെ അങ്ങോട്ട് ചുറ്റി വെക്കാതെ ഈ ഒരു നൂലിൽ കാണുന്ന ആ ഒരു അടയാളത്തിൽ കൂടെ തന്നെ അത് ഓൾറെഡി ചുറ്റി വെച്ചിരിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ അതിലൂടെ തന്നെ നമ്മൾ ഈ ഒരു രീതിയിൽ ചുറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ അത് ചുറ്റി വയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. അത് അവിടെ നിന്ന് ഊർന്നു പോരാതെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ നൂലൊന്നും തന്നെ കെട്ടുപിണഞ്ഞ് കിടക്കാതെ നമുക്ക് നല്ല നീറ്റിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ സൂചിയിൽ നൂല് കോർക്കുന്നതാണ്. അപ്പോൾ പലർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ്. നമുക്ക് കണ്ണടയൊക്കെ വെച്ചിട്ടായിരിക്കും പലരും നൂലൊക്കെ കോർത്തെടുക്കുന്നത്. എന്നാൽ വളരെ സിമ്പിളായിട്ട് രീതിയിൽ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ നൂല് കോർക്കാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് നൂലെടുക്കുന്നുണ്ട്. മാത്രമല്ല വളരെ കുറച്ച് മാത്രം ടൂത്ത് പേസ്റ്റ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ നൂലിൻ്റെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു തുമ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നല്ല കട്ടിയിലിരിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ എന്നിട്ട് നമുക്കിത് ഡയറക്റ്റായിട്ട് ഇതേപോലെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്ക് നൂല് കോർത്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഒരുപാട് ടിപ്പുകളുണ്ട് ഇതിനൊക്കെ, എന്നിരുന്നാലും ചെറിയൊരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിച്ച് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് നൂല് കോർക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുളകും മല്ലിയൊക്കെ ഉണക്കുന്നതാണ്. അപ്പോൾ വേനൽക്കാലത്തൊക്കെ ഉണക്കി പൊടിച്ച് വെക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടായവർ, അങ്ങനെ ചെയ്യാൻ സാധിക്കാത്തവർക്ക്, അതുപോലെ തന്നെ ഈ ഒരു മഴക്കാലത്തൊക്കെ നമുക്ക്
വളരെ സിമ്പിളായിട്ട് രീതിയിൽ മുളകും മല്ലിയൊക്കെ ഉണക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഒരു ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ മുളകൊക്കെ വാങ്ങി കൊണ്ടുവന്നതിന് ശേഷം അത് നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ് വേണ്ടത്. നമ്മൾ കഴുകിയിട്ടൊക്കെയാണ് ഇത് ഉണക്കി പൊടിച്ച് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരുപാട് വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, കമ്പും കോല് അതുപോലെ തന്നെ കല്ലുകളൊക്കെ ഉണ്ടായിരിക്കും. അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതേപോലെ ഒന്ന് എടുക്കുക. അതുപോലെ തന്നെ മല്ലിയും നമ്മൾ നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതിലെന്തെങ്കിലുമൊക്കെ പ്രാണികളുടെ അവശിഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ ചെറിയ ചെറിയ മണ്ണ് കട്ടകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മല്ലിയിലൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പം നമ്മൾ ഇതേപോലെ ലൂസൊക്കെ ആയിട്ട് വാങ്ങുമ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ആദ്യം ഒന്ന് മാറ്റണം കേട്ടോ. ഒന്ന് ചേറിയെടുത്തതിന് ശേഷമൊക്കെ നമ്മളിതേപോലെ മാറ്റുക. എന്നിട്ട് നമുക്ക് ഇപ്പോൾ മുളകാണ് നമ്മൾ ആദ്യം ഒന്ന് കഴുകിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മുളക് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു ഞെട്ട് കളയാനായിട്ട് പാടില്ല കേട്ടോ. ഞെട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളം കയറിയിട്ട് നമ്മുടെ മുളകിൻ്റെ ഉള്ളിലേക്ക് വെള്ളം കയറിയിട്ട് നമുക്ക് മുളക് അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ കഴുകുന്ന സമയത്ത് ഞെട്ടി കളയാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളൊരു 1-2 പ്രാവശ്യം മാത്രമേ നമ്മൾ മുളക് കഴുകിയെടുക്കേണ്ടതായിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് ഇത് വെള്ളം തോരാനായിട്ട് മാറ്റി വയ്ക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇതിപ്പോൾ ഞാനിവിടെ നല്ലൊരു കട്ടിയുള്ള ഒരു കോട്ടൻ്റെ തുണിയിലാണ് ഞാൻ ഈ ഒരു മുളക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കണം കേട്ടോ, അതൊന്നും കളയരുത്. അതിന് ശേഷം നമ്മുടെ ആ ഒരു തുണി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക കേട്ടോ. ഇതേപോലെ ജസ്റ്റ് ഇതേപോലെ ഒന്ന് കെട്ടി വയ്ക്കാം. ഇനി അതവിടെ ഇരിക്കട്ടെ. ഇനി നമ്മൾ മല്ലിയും കഴുകാനായിട്ട് പോവുകയാണ്. അപ്പോൾ മല്ലി ഒരു 2-3 പ്രാവശ്യമൊക്കെ ആയിട്ട് തന്നെ കഴുകിയെടുക്കുക കേട്ടോ. അതിലേക്ക് അങ്ങനെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഇറങ്ങുന്നതല്ല, മാത്രമല്ല പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതാണ്. ഇനിയിപ്പോൾ കഴുകാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെയാണ് എന്നുണ്ടെങ്കിൽ, മുളകൊക്കെ കഴുകാൻ ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ നനഞ്ഞ തുണി വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയെങ്കിലും ചെയ്യണം കേട്ടോ. അല്ലാതെ നമ്മൾ ഡയറക്റ്റായിട്ട് കൊണ്ടുവന്ന പാടെ തന്നെ ഉണക്കി പൊടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ ഇതിലേക്ക് നോക്കൂ, ഒരുപാട് വേസ്റ്റ് മണ്ണ് കട്ടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഞാനൊരു 3 പ്രാവശ്യമായിട്ട് കഴുകിയിട്ടാണ് മല്ലി എടുത്തിരിക്കുന്നത്. അതും നല്ലൊരു കോട്ടൻ്റെ തുണിയിലേക്ക് ഇട്ടിട്ട് ഇതേപോലെ കെട്ടി വെച്ചിട്ട് നമ്മൾ വാഷിംഗ് മെഷീനിൽ നമ്മൾ ഡ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരുടെ വീടുകളിലും വാഷിംഗ് മെഷീനൊക്കെ ഉള്ളതായിരിക്കും എന്ന് കരുതുന്നു. അപ്പോൾ ഉള്ളവർ ഈ ഒരു ടിപ്പ് ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. എന്നിട്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അപ്പോഴേക്കും തന്നെ അതിലുള്ള ആ ഒരു വെള്ളം മുഴുവനായിട്ട് തന്നെ പോയി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതെടുത്ത് നോക്കാം നമുക്ക്. കണ്ടില്ലേ, നമ്മുടെ മല്ലി ഇരിക്കുന്നത് ഒന്നൊന്നിൽ തൊടാത്ത രീതിയിൽ നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള രീതിയിൽ മണിമണി പോലെ തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒട്ടും തന്നെ പൊടിഞ്ഞു പോവുകയോ കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. നന്നായിട്ട് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ മുളകും ഒന്ന് നോക്കാം. കണ്ടില്ലേ, നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നുമില്ല, നമ്മുടെ മുളകിലൊന്നും അങ്ങനെ വെള്ളമൊന്നും കയറിയിട്ടില്ല. ഇനി നമ്മളിത് ആദ്യം ചെയ്യുന്നത് ഫാനിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം നന്നായിട്ട് വെള്ളം പോകാൻ പാകത്തിന് നന്നായിട്ട് നിരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളമൊക്കെ തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വലിയൊരു മൂടി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് ഇതേപോലെ കുറേശ്ശെയായിട്ട് മല്ലിയും മുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഉണക്കിയെടുക്കാൻ പറ്റുന്നതാണ്. മാത്രമല്ല ഇപ്പോൾ ഓവനൊക്കെയുള്ള വീടുകളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓവനിൽ ഇതേപോലെ പാത്രങ്ങളിൽ വെച്ചിട്ട് മുളകും മല്ലിയൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഓവനുള്ളവർക്ക് ഈ ഒരു രീതി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇനിയിപ്പം ഇതേപോലെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത്, ഇതേപോലെ നമുക്ക് തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് കേട്ടോ. അങ്ങനെ ചെയ്യുമ്പോഴും നമുക്ക് മുളകൊന്നും വെയിലത്തിടേണ്ട കാര്യമില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കി എടുക്കാനായിട്ട് സാധിക്കും. ഇനിയിപ്പോൾ വിറകടുപ്പൊക്കെ ഉള്ള വീടുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പൊക്കെ കത്തിക്കുമ്പോൾ ആ ഒരു ചൂട് തട്ടുന്ന ആ ഒരു സ്ഥലത്ത് നമുക്ക് ഇതേപോലെ നിരത്തിയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് തന്നെ പൊടിഞ്ഞ് വരുന്നുണ്ട്, കണ്ടില്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെയാണ് ഞാൻ പല രീതികളിലൊക്കെ ആയിട്ടാണ് ഈ ഒരു മുളകും മല്ലിയൊക്കെ ഉണക്കിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനി പൊടിപ്പിച്ച് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ചെയ്യേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ മുളക് പൊടിപ്പിക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഞെട്ട് കളയാറുണ്ട് കേട്ടോ. ഞെട്ട് കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഞെട്ട് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചുകൂടി ഒരു കളറ് കിട്ടാൻ നമ്മൾ ഞെട്ട് ഒഴിവാക്കിയാൽ നമ്മുടെ മുളക് പൊടിക്ക് കുറച്ചുകൂടി ഒരു കളറ് കിട്ടുന്നതായിരിക്കും. ഇനി നമ്മളിത് പൊടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് നമ്മളത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ മുളക് പൊടി ഒരുപാട് നാൾ കേടാവാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ അടിയിലുള്ളതൊക്കെ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോൾ
നമ്മുടെ ആ ഒരു മുളക് പൊടിയുടെയും മല്ലിപ്പൊടിയുടെയൊക്കെ ആ ഒരു ടേസ്റ്റ് തന്നെ മാറും, കളറും മാറും. അപ്പോൾ അതാ ഈ ഒരു രീതിയിലൊക്കെ ചെയ്തിട്ട് ഞാൻ നമ്മുടെ മുളകും മല്ലിയൊക്കെ നല്ലപോലെ ഒന്ന് പൊടിപ്പിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല ഫൈനായിട്ട് തന്നെ നമുക്കത് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി മഴക്കാലമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലൊക്കെ തന്നെ നമുക്ക് മുളകും മല്ലിയൊക്കെ പൊടിപ്പിച്ചെടുക്കാവുന്നതാണ്. വെയിലൊന്നും നോക്കിയിരിക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ട് നല്ലൊരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ ആക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ടിപ്സുകളെല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ല് കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും. ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.